അടുത്ത ടോപ്പിക്ക് ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പറേറ്ററാണ്. 3 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ള ഈ മൊഡ്യൂളിൽ. കമ്പറേറ്റർ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, അതുപോലെ ഷ്മിറ്റ് ട്രിഗർ. അങ്ങനെ 3 സർക്യൂട്ടാണ് നമുക്കിനി ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കമ്പറേറ്റർ എന്താ നോക്കാം. ഒരു കമ്പറേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന സർക്യൂട്ട് ഡയഗ്രാം. എ ഫിക്സ്ഡ് റെഫറൻസ് വോൾട്ടേജ് V reference 1 volt is applied here to the negative input of the 1 volt is applied to the negative input and the other varying signal is Vin is applied to the plus input അല്ലേ. ഇവിടെ ഒരു പ്ലസ് Vin വേരിങ്, അതായത് AC സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേരിങ് സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് 1 volt ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് കമ്പറേറ്റർ സംഭവിക്കുന്നത്? കമ്പറേറ്ററിൽ ഈ ഒരു വോൾട്ടേജിനെക്കാളും എപ്പോഴാണോ ഈ ഒരു വോൾട്ടേജ് കൂടി വരുന്നത്, ഇപ്പോൾ ഏത് വോൾട്ടേജാണോ കൂടി നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കമ്പറേറ്ററിന് ഔട്ട്പുട്ടിൽ കിട്ടുക. അതായത് ഇപ്പോൾ ഈ വീനിനേക്കാളും ഒരു ഹയർ വോൾട്ടേജാണ് V റെഫറൻസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് മൈനസ് വിയിലേക്ക് പോകും അല്ലേ. ഇവിടെ ഒരു ഓപ്പൺ ലൂപ്പാണ്. ഓപ്പൺ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഗെയിൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന VCCയും V എത്രയാണോ ആ ഒരു വോൾട്ടേജ് ലെവലിലേക്ക് അത് സാച്ചുറേഷനിലേക്ക് അത് ജമ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ V റെഫറൻസ് വീനേക്കാളും ഒരു പൊടിയോളം V റെഫറൻസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഇവിടെ മൈനസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടെർമിനൽ കൊടുത്തുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നെഗറ്റീവിലേക്ക് പോകും അല്ലേ. ഇനി എപ്പോഴെങ്കിലും ഈ V റെഫറൻസിനേക്കാളും ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു അംശം കൂടുതലാണെങ്കിൽ, വീനിന് കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് സാച്ചുറേഷനിലേക്ക് പോകും. അപ്പോൾ നമുക്കിങ്ങനെ പോസിറ്റീവ് സാച്ചുറേഷനിലേക്കും നെഗറ്റീവ് സാച്ചുറേഷനിലേക്കും വരുന്ന ഒരു സർക്യൂട്ടാണ് എന്തിനനുസരിച്ച്, ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് മാറുന്ന ഒരു സർക്യൂട്ടാണ് ഈ കമ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ Vin ഈസ് ലെസ് ദാൻ V റെഫറൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 മൈനസ് Vsat. On the other hand, Vin is greater than V reference, the input becomes positive with respect to negative input അല്ലേ. V0 goes to plus Vsat, that is approximately equal to plus VCC. നമുക്ക് ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് ഫോമിൽ കാണാം. ഇതിൻ്റെ ഇൻപുട്ട് ഇതാണ്. 2 വേവ് ഫോം വേണം. ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോക്കിയാൽ ഈ 1 വോൾട്ടിനേക്കാളും എപ്പോഴാണോ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, എടുക്കട്ടെ, ഇവിടുന്ന് ഈ 1 വോൾട്ടിനേക്കാളും എപ്പോഴാണോ നമ്മുടെ വീൻ ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് എവിടേക്ക് പോകുന്നത്? ഇത് മൈനസ് Vsat നിന്ന് പ്ലസ് Vsatലേക്ക് പോകുന്നത് അല്ലേ, പ്ലസ് Vsatലേക്ക് പോകുന്നത്. ഇനി എപ്പോഴാണോ ഈ വീന് 1നേക്കാളും കുറവ് വരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും? കുറവ് വരുന്ന സമയത്ത് പ്ലസ് Vsat നിന്ന് മൈനസ് V റെഫറൻസിലേക്ക് അല്ലെങ്കിൽ മൈനസ് Vsatലേക്ക് അത് ജമ്പ് ചെയ്യുന്നു. പിന്നെ കുറച്ച് നേരം അത് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ ഈ സൈക്കിൾ കഴിയുന്നത് വരെ അടുത്ത V1 വോൾട്ടിനേക്കാൾ എപ്പോഴാണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇത് ജമ്പ് ചെയ്ത് Vsatലേക്ക് വരും. ഇനി ഇവിടുത്തെ കേസ് നോക്കിയേ. ഇവിടെ V റെഫറൻസ് -1 വോൾട്ട് ആണെങ്കിൽ -1 വോൾട്ടിനേക്കാളും കുറയുന്നത് എപ്പോഴാണോ ആ സമയത്ത് എന്ത് സംഭവിക്കും? പ്ലസ് Vsat നിന്ന് മൈനസ് Vsatലേക്ക് പോകും. അതായത് -1 വോൾട്ടിനേക്കാളും എപ്പോഴാണോ അത് കൂടുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ -1 വോൾട്ടിനേക്കാളും കുറയുന്നത് എപ്പോഴാണോ ആ കുറയുന്ന സമയത്ത് ഈ പ്ലസ് Vsat നിന്ന് മൈനസ് Vsatലേക്ക് ഇത് ജമ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഇത് സർക്യൂട്ടിൻ്റെ ഗ്രാഫ് നോക്കുമ്പം ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ശ്രദ്ധിക്കുക. സർക്യൂട്ടിൽ നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഈ 1 വോൾട്ട് ഇവിടെയാണ്, അല്ലെങ്കിൽ വീൻ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ് വരിക. അപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. V റെഫറൻസ് ഏത് ആമിലാണോ ഇരിക്കുന്നത്, നെഗറ്റീവിലാണോ പോസിറ്റീവിലാണോ നോക്കിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യും? അത് പ്ലസ് Vsatലേക്കും മൈനസ് Vsatലേക്കും ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇൻ ഷോർട്ട്, ദ കമ്പറേറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലേ. ഇപ്പോൾ ഇതൊരു അനലോഗ് സിഗ്നലാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ അതൊരു ഡിജിറ്റൽ സിഗ്നലായിട്ട് മനസ്സിലാവും. പ്ലസ് ഒരു ഹൈ വോൾട്ടേജും അല്ലെങ്കിൽ ഹൈയും ഒരു ലോയും ഉള്ള ഡിജിറ്റൽ സിഗ്നലായിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ കമ്പറേറ്ററിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയുന്നത്. അറ്റ് എനി ഗിവൺ ടൈം V0 വേവ് ഫോം ഷോസ് വെദർ Vin ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ V റെഫറൻസ്. ദ കമ്പറേറ്റർ ഇസ് സംടൈംസ് ആൾസോ കോൾഡ് എന്താണ്? വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമുക്ക്
ഇൻപുട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വി റെഫറൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ലെവലിനേക്കാൾ കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവണം. ആ ഔട്ട്പുട്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പം നമ്മൾ പറയുകയാണ് ഈ കമ്പറേറ്ററിൻ്റെ ഇൻപുട്ടിലൊരു വി റെഫറൻസ് ആയിട്ടൊരു 5 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അതിൻ്റെ ഇൻപുട്ട് മറ്റ് ആമിലുള്ള അല്ലെങ്കിൽ പ്ലസ് വിന് എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ട് അത് ഇതാക്കി മാറ്റാൻ ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഡെസിഷൻ എടുക്കാം. അതാണ് ഈ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, because for a desired value of V reference, the voltage level of the input Vin can be detected. In figure, the diode D1 and D2 protect the OpAmp from the damage due to excess input voltage. അതായത് ഡയോഡ് D1 D2 ഉപയോഗിച്ചിരിക്കുന്നതിനാണ് എക്സസ് വോൾട്ടേജ്. ഇപ്പോൾ ഞാൻ 5 വോൾട്ടിൻ്റെ 2 ഡയോഡെ വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവിക നോർമൽ ഡയോഡാന്ന് വിചാരിക്കാം, നോർമൽ ഡയോഡെ വെച്ചിട്ടുള്ളതെങ്കിൽ, അല്ല IN4007 അല്ലെങ്കിൽ 4001 ഏതെങ്കിലും ഡയോഡെ വെച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കട്ടിൻ വോൾട്ടേജ് ആയിട്ടുള്ള 0.7 -0.7 ആ ലെവലിലേക്കായിരിക്കും ഇതിൻ്റെ ഇൻപുട്ടിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ വ്യത്യാസം വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ വോൾട്ടേജ് വന്നാലും അത് 0.7 ആയിട്ട് അവിടെ അത് കീപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണത് അവിടെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്, അത് ആ ഒരു ഡയോഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, to reduce the offset problems, the resistance R in series with the Vin is used to limit the current D1 and D2. D1-ലൂടെയും D2-ലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് വി റെഫറൻസ് വോൾട്ടേജ് 1 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ടൊക്കെ ആയിരിക്കാം. ആ സമയത്ത് എന്താവാൻ പാടില്ല, ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ ഷോർട്ട് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിലൂടെ കണ്ടക്ഷൻ ഉണ്ടാവാൻ പാടില്ല കൂടുതൽ. അപ്പോൾ അങ്ങനെ കണ്ടക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 6 എന്ന് പറയുന്ന റെസിസ്റ്റർ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഡയഗ്രം, നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രം ആണ് ഇവിടെ വരുന്നത്. അതായത് 1 വോൾട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതെന്ത് സംഭവിക്കുന്നു, മൈനസ് വി സാറ്റിൽ നിന്ന് പ്ലസ് വി സാറ്റിലേക്ക് പോകും. താഴേക്ക് വരുന്ന സമയത്ത് 1 വോൾട്ടിനേക്കാളും കുറവ് വരുന്ന സമയത്ത് ഇത് എന്ത് സംഭവിക്കും, പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രം തന്നെയാണ്. ഇഫ് ദ റെഫറൻസ് വോൾട്ടേജ് വി റെഫറൻസ് ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് വിത്ത് എ സിനുസോയ്ഡൽ സിഗ്നൽ അപ്ലൈഡ് ടു പ്ലസ് ഇൻപുട്ട്, ദ ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി ആസ് ഷോൺ ഇൻ ഫിഗർ ബി. ഇതാണ് അതിൻ്റെ ഡയഗ്രം വരുന്നത്. ഓക്കെ, വെൻ Vin ഗ്രേറ്റർ ദാൻ വി റെഫറൻസ് V0 പ്ലസ് വി സാറ്റ്. ഇപ്പോൾ Vin എന്ന് പറയുന്നത് വി റെഫറൻസിനേക്കാളും കൂടി കഴിഞ്ഞാൽ സംഭവിക്കും പ്ലസ് വി സാറ്റിലേക്ക് പോകും. Vin ലെസ് ദാൻ വി റെഫറൻസ് V0 is at മൈനസ് വി സാറ്റ്. The amplitude of Vin must be large enough to pass through V reference if the switching action is to takes place. ഇനി അതിൻ്റെ കമ്പറേറ്ററിനെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, അക്യുറസി ആൻഡ് കമ്പാറ്റിബിലിറ്റി ഓഫ് ഔട്ട്പുട്ട്. എന്തായിരിക്കണം, ഓപ്പറേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം അല്ലേ. നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന സമയം തന്നെ ഔട്ട്പുട്ട് വ്യത്യാസം വരണം. അപ്പോൾ എപ്പോഴാണോ ഇതിൻ്റെ വി റെഫറൻസിനേക്കാളും Vin ഗ്രേറ്ററോ ലെസ് ദാനോ ആവുന്നത്, ആ സമയം തന്നെ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കണം. അത്രയും സ്പീഡായിരിക്കണം. അതുപോലെ അക്യുറസി ആയിരിക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ കമ്പാറ്റിബിലിറ്റി ഔട്ട്പുട്ട് ആയിരിക്കണം. കമ്പാറ്റിബിലിറ്റി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്പുട്ട് മറ്റുള്ള സർക്യൂട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പാറ്റിബിൾ ആയിരിക്കണം. ദ ഔട്ട്പുട്ട് ഓഫ് ദി കമ്പറേറ്റർ മസ്റ്റ് ബി സ്വിച്ച് റാപ്പിഡ്ലി ബിറ്റ്വീൻ സാച്ചുറേഷൻ ലെവൽ ആൻഡ് ആൾസോ റെസ്പോണ്ട് ഇൻസ്റ്റൻ്റ്ലി ടു എനി ചേഞ്ച് ഓഫ് ദി കണ്ടീഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്സ്. This implies that the bandwidth of the OpAmp comparator must be rather wide. വൈഡ് ബാൻഡ്വിഡ്ത്ത് ആയിരിക്കണം ഇതിൻ്റെ നമ്മളിതിൽ കമ്പറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന OpAmpൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ സ്പീഡ് വ്യത്യാസം വരുന്ന സമയം തന്നെ സംഭവിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി വ്യത്യാസം വരുന്ന സമയം തന്നെ അത് റെസ്പോണ്ട് ചെയ്യാതെ വരും. അപ്പോൾ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കമ്പറേറ്റർ ഇസ് ഇംപ്രൂവ്ഡ് ബൈ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതോടുകൂടി ഇത് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അതായത് എപ്പോഴാണ് ചെറിയൊരു ചേഞ്ച് വരുന്നത് അപ്പോഴേക്കും ഔട്ട്പുട്ട് ചേഞ്ച് ആവാൻ നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറി നിൽക്കും. അതാണ് നമ്മുടെ ഓസിലേറ്ററിൻ്റെ കണ്ടീഷനും അതാണ്. ദ അക്യുറസി ഓഫ് ദി കമ്പറേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് ഗെയിൻ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇൻപുട്ട് ഓഫ്സെറ്റ് ആൻഡ് തെർമൽ ഡ്രിഫ്റ്റ്. ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കമ്പറേറ്ററിൻ്റെ പെർഫോമൻസിനെ ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഹൈ വോൾട്ടേജ് ഗെയിൻ റിക്വയർസ് എ സ്മാളർ ഡിഫറൻസ് വോൾട്ടേജ് ടു കോസ് കമ്പറേറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ബിറ്റ്വീൻ സാച്ചുറേഷൻ ലെവൽസ്. അതായത് വളരെ വലിയൊരു വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക, ചെറിയ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ കമ്പറേറ്ററിൻ്റെ
ഗെയിൻ എന്ന് പറയുന്നത് വളരെ കൂട്ടി വെക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് തന്നെ. ഓക്കെ. A high CMRR helps to reject the common mode input voltages such as noise at the input terminals. Finally, to minimize the offset problems, input offset current and input offset voltage must be negligible. Also, the changes in this offset due to temperature variation should be very slight. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ചായിരിക്കണം. CMRR കോമൺ മോഡ് ഇൻപുട്ട് റിജക്ഷൻ റേഷ്യോ എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം. ഓക്കെ. Since the comparator is a form of analog to digital converter, its output must be synced between two logic levels suitable for certain logic families such as transistor logic. അപ്പം കമ്പറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. കമ്പറേറ്റർ പറഞ്ഞ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞത് മാത്രം. നെക്സ്റ്റ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടറാണ്. ഓക്കെ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അപ്പോൾ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എ സി സിഗ്നലിൻ്റെ കൺട്രോളിങ്ങിനൊക്കെ നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ കമ്പറേറ്റർ ഈസ് ദ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ഓർ സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർട്ടർ. ഫിഗർ ഷോസ് ദ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ യൂസ്ഡ് ആസ് എ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അതായത് ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുകയാണ്? സീറോ ക്രോസിംഗ് ഡിറ്റക്ടറാണ്. നേരത്തെ നമ്മളിവിടെ റെഫറൻസ് കൊടുക്കുന്നതിന് പകരം എന്ത് സംഭവിച്ചു? റെഫറൻസ് ഒന്നും കൊടുത്തില്ല, 0 വോൾട്ടേജ് ആയിട്ട് റെഫറൻസ് കൊടുത്തു, ഗ്രൗണ്ട് ചെയ്തു. അങ്ങനെ ആവുന്ന സമയത്ത് ഈ സിഗ്നൽ നോക്കിയേ, ഈ സിഗ്നൽ 0 പീക്കിലേക്ക് എത്തി, പീക്കിൽ നിന്ന് 0ലേക്ക് എത്തി. 0 എപ്പോഴാണോ ഇത് നെഗറ്റീവിലേക്ക് വരുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ മൈനസ് വി സാറ്റിലൂടെ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ പ്ലസ് വോൾട്ടേജ് വരുന്ന സമയത്ത് എന്തായിരിക്കും? എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഇത് നെഗറ്റീവ് വി സാറ്റിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മൈനസ് വി സാറ്റിലായിരിക്കും ഉണ്ടാവുക. മൈനസ് വി സാറ്റിൽ നിന്ന് 0 ക്രോസ് ചെയ്യുന്നതോട് കൂടി ചെറിയൊരു മില്ലി വോൾട്ട് റേഞ്ച് ചേഞ്ച് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? മൈനസ് വി സാറ്റ് എന്നത് പ്ലസ് വി സാറ്റിലേക്ക് പോകും. പ്ലസ് വി സാറ്റിൽ കണ്ടിന്യൂ ചെയ്യും ഇവിടെ വരെ. അടുത്ത 0 ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലസ് മില്ലി വോൾട്ട് കൂടുന്നതനുസരിച്ച് ഇവിടുന്ന് ഈ ഒരു പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക് പോകും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഹൈ പവർ കൺട്രോളിങ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഫാനിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കാൻ പോകുന്നത് മൈക്രോ കൺട്രോളറൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എ സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വിചാരിക്കുക. കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള സിഗ്നലാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള സിഗ്നൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ സിഗ്നലിൻ്റെ 0 എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാവണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കൺട്രോളിങ് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കണ്ടീഷനിൽ 0 എവിടെയാണ്, ഏത് സമയത്താണ് വരുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഈ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു എ സി കൺട്രോളിങ്ങിൽ ഇപ്പോൾ ഇത് 230 വോൾട്ട് എ സി ആണ് വിചാരിക്കുക. 230 വോൾട്ട് എ സി ആണെങ്കിൽ ഫാനിലേക്ക് നമ്മൾ ഈ 230 വോൾട്ട് എ സി ഫുൾ സൈക്കിൾ കൊടുക്കുകയാണെങ്കിൽ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യും അല്ലേ? നമ്മൾ വിചാരിക്കുകയാണ് ഇവിടുന്ന് 0 മുതൽ ഇവിടെ വരെ കൊടുത്താൽ മതി, ഇവിടെ വരെ കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0 ഡിറ്റക്റ്റ് ചെയ്യണ്ടേ? 0 എവിടെയാണോ 0 ഇവിടെ, അപ്പോൾ ഇവിടെ ഈ 0 മനസ്സിലായെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇവിടം വരെ 90 ഡിഗ്രി വരെ നമുക്ക് കൊടുത്താൽ, അപ്പോൾ ഫാൻ എന്ത് വർക്ക് ചെയ്യുള്ളൂ? പകുതി സ്പീഡിൽ വർക്ക് ചെയ്യുള്ളൂ അല്ലേ? ബാക്കി സമയം ഇത് സിഗ്നൽ കിട്ടുന്നില്ലല്ലോ. ബാക്കി സിഗ്നൽ ആ സമയത്ത് സിഗ്നൽ നമ്മൾ ഓഫാക്കി കളയണം. അപ്പോൾ നമുക്ക് ആ സമയത്ത് അങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ നമുക്ക് 0 ഡിറ്റക്റ്റ് ചെയ്യണം. 0 ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ബാക്കിയുള്ള നമുക്ക് എവിടം വരെ ഇതിലേക്ക് സപ്ലൈ കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വിച്ചിങ് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സർക്യൂട്ടുകളാണ് സീറോ ക്രോസിംഗ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദ വോൾട്ടേജ് V0 waveform figure B shows that what direction of the input signal V crosses 0 volt. അപ്പോൾ 0 എങ്ങോട്ടാണ് ക്രോസ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. That is, the output V0 is driven to negative saturation when input signal V passes through the 0 in the positive direction. Conversely, when V in passes through 0 in the negative direction, the output V0 switches and saturates positively. അല്ലേ? പോസിറ്റീവിലേക്ക് അത് സാച്ചുറേറ്റ് ചെയ്യും. In some applications, the input Vin may be slowly changed in the waveform. അപ്പം ഫ്രീക്വൻസി എപ്പോഴെങ്കിലും കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ സംഭവിക്കും, ഒരു വളരെ സ്ലോലി ആയിരിക്കും 0 ക്രോസ് ചെയ്യുക. ആ സമയത്ത് അവിടെ നോയ്സ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. Therefore, it will take Vin more times to cross 0 volt. Therefore, V0 may not switch quickly from saturation voltage to the other.
On the other hand, because of the noise at OpAmp's input terminals, the output V0 may fluctuate between two saturation voltage. അപ്പോൾ നമ്മൾ 0 ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഇൻപുട്ടിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ ആ നോയ്സ് കാരണം എന്ത് സംഭവിക്കും, ആ 0 ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണോ നിൽക്കേണ്ടതെന്ന് അറിയാതെ പ്ലസിലേക്കും മൈനസിലേക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു നോയ്സ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. Reference crossing the noise voltage as well as Vin. Both of the problems can be curbed with the use of regenerative or positive feedback that causes the output V0 to change faster and eliminate any false output transition due to noise signals at the input. Okay, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ മൊഡ്യൂളിൻ്റെ ഷ്മിറ്റ് ട്രിഗർ. ഈ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു അൺനോൺ സിഗ്നൽ അല്ലെങ്കിൽ അൺനോൺ സിഗ്നൽ അല്ല, ഒരു പിന്നെന്താ പറയുക നോയ്സ് സിഗ്നൽ. നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ആണെങ്കിൽ, ആ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിൽ നമ്മൾ സെലക്ട് ചെയ്ത ചാനൽ വന്ന സമയത്ത് അതിൻ്റെ സിഗ്നൽ ഇറഗുലർ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ ആ ഇറഗുലർ ഷേപ്പുള്ള സിഗ്നലിനെ നമ്മൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സൈൻ വേവ് ഉപയോഗിച്ചുകൊണ്ട് ആണ് കാണുന്നതെങ്കിൽ കൂടി ഈ സൈൻ വേവിന് ഒരു ഇറഗുലർ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് ഒരു റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതനുസരിച്ച് നമുക്കൊരു സ്ക്വയർ വേവ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ വേവ് നമുക്ക് പുറത്തെടുക്കാൻ കഴിയും. ഓക്കെ, ഫിഗർ ഷോസ് ദ ഇൻവെർട്ടിംഗ് കമ്പാരേറ്റർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ദി സർക്യൂട്ട് കൺവേർട്സ് ദ ഇറഗുലർ ഷേപ്ഡ് വേവ് ഫോം ടു സ്ക്വയർ വേവ് ഓർ പൾസ്. The circuit is known as Schmitt trigger or squaring circuit. The input voltage Vin triggers the output V0 every time it exceeds certain voltage levels called upper threshold voltage VUT and lower threshold voltage VLT as shown in figure. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ഈ ഫിഗറിൽ Vനോട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫീഡ്ബാക്ക്, ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വഴി ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എത്രയാണോ ഫീഡ്ബാക്ക് വഴി നമ്മളിവിടെ ഈ പ്ലസ് വോൾട്ടേജ് അല്ലെങ്കിൽ പ്ലസ് ടെർമിനലിൽ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ ടെർമിനലിൻ്റെ കൊടുക്കുന്ന വോൾട്ടേജിന് ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് വീന് വേരി ചെയ്യുന്നതനുസരിച്ച് ഇത് പ്ലസ് വി സാറ്റിലേക്കും മൈനസ് വി സാറ്റിലേക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നോക്കിയാൽ 0.25 വോൾട്ടാണ് അല്ലെങ്കിൽ മില്ലി വോൾട്ടാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മളിവിടെ പ്ലസ് വി സാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി യു ടി നമുക്ക് 25 മില്ലി വോൾട്ട് എന്ന് പറയാം. 25 മില്ലി വോൾട്ടാണ് അപ്പർ ത്രഷോൾഡ് വോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഇൻവെർട്ടിങ്ങിലാണ് ഈ സിഗ്നൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പർ ത്രഷോൾഡ് വോൾട്ടേജിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ -14 വോൾട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്ലസ് വി സാറ്റിലുണ്ടായിരുന്ന സിഗ്നൽ എന്ത് ചെയ്യും, മൈനസ് വി സാറ്റിലേക്ക് അത് ജമ്പ് ചെയ്തു അല്ലേ, അങ്ങോട്ട് താഴേക്ക് വീണു. ഇനി അത് കണ്ടിന്യൂ ചെയ്തു. എപ്പോഴാണോ -25 മില്ലി വോൾട്ടിനേക്കാണ് താഴേക്ക് വരുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഔട്ട്പുട്ട് മൈനസ് സാച്ചുറേഷനിൽ നിന്ന് പ്ലസ് സാച്ചുറേഷനിലേക്ക് അത് ജമ്പ് ചെയ്യും. അതാണ് ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പാണ്. പ്ലസ് വി സാറ്റിലേക്കും മൈനസ് വി സാറ്റിലേക്ക് അങ്ങനെ റൗണ്ട് അടിക്കുന്ന ഇത് ഇങ്ങനെ പോകുന്നതിന് പകരം അതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, in figure A, that's figure A, figure B, figure C. Okay, this threshold voltage are obtained by using the voltage divider R1 and R2, where the voltage across R1 is fed back to the plus input. The voltage across R1 is variable. R1 variable ആണ്. ഇതൊരു വേരിയബിൾ നമുക്ക് ഇത് ഈ R1 നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വേരിയബിൾ ആക്കാം അല്ലേ. ഓക്കെ, വേരിയബിൾ മാത്രമല്ല, അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ കിട്ടുന്ന സിഗ്നൽ ഉണ്ടല്ലോ, ഈ സിഗ്നൽ അനുസരിച്ച് ഇവിടെയും വേരി ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, the voltage across R1 is a variable reference threshold voltage that depends on the value and polarity of the output voltage V0. When V0 is equal to plus Vsat, the voltage across R1 is called upper threshold voltage VUT. The input voltage Vin must be slightly more positive than VUT in order to cause the output V0 to switch from plus Vsat to minus Vsat. As long as Vin less than VUT, V0 is at plus Vsat using the voltage divider rule. And the VUT is equal to R1 divided by R1 plus R2
plus Vsat. അപ്പോൾ നമുക്കിങ്ങനെ പറയാം V0 equal to when V0 is equal to minus Vsat, the voltage across R1 is referred to as lower threshold voltage VLT. Vin must be slightly more negative than VLT in order to cause V0 to switch from minus Vsat to plus Vsat. Okay. അപ്പോൾ നമുക്ക് VLTനെ കാണാം R1 divided by R1 plus R2 minus Vsat എന്ന് പറയാം. അപ്പം R1 by R1 നമുക്കിവിടെ കിട്ടേണ്ട അല്ലെങ്കിൽ if the threshold voltage V, upper threshold voltage and lower threshold voltage are made larger than the input noise voltage, the positive feedback will eliminate the false output transitions. അല്ലേ, അപ്പോൾ നമുക്ക് ആ VLTയും ഇൻപുട്ടിൽ വരുന്ന സിഗ്നലിൻ്റെ നോയ്സ് സിഗ്നലിനേക്കാളും കൂട്ടി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ നോയ്സ് സിഗ്നൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. Also, the positive feedback because of the regenerative action will make V0 switch faster between plus Vsat and minus Vsat. ഫിഗർ എയിൽ ROM എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റർ ROM എന്ന് പറയുന്നത് അത് കോമ്പൻസേഷൻ റെസിസ്റ്റർ എന്ന് പറയും. അതായത് നമുക്ക് ഓഫ് സെറ്റ് വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അങ്ങനെയാണെങ്കിൽ ROM is used to minimize the offset problems. അപ്പോൾ അത് ROMൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അവർ R1 പാരലൽ R2 ആയിരിക്കണം. അപ്പോൾ ഫിഗർ ബിയിൽ shows the output of the Schmitt trigger is a square wave when the input is a sine wave. സൈൻ വേവ് ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു സ്ക്വയർ വേവ് ആയിരിക്കും. ഇനി സൈൻ വേവ് അല്ല വേറൊരു ഇറഗുലർ വേവ് ഫോം ആണെങ്കിൽ അത് ഒരു ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇൻ ദിസ് ജനറേറ്റർ എ നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ ഈസ് യൂസ്ഡ് ആസ് എ Schmitt trigger. ഓക്കെ, when the input is a triangular wave form, ഇപ്പോൾ ഒരു ട്രയാങ്കുലർ കൊടുക്കുന്നതെങ്കിൽ the output of the Schmitt trigger is a square wave, അല്ലേ, സ്ക്വയർ വേവ് ആയിരിക്കും. Whereas if the input is a sawtooth waveform, the output is a pulse waveform. ഓക്കെ, ഇത് നമുക്ക് മത്സരപരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു സെൻറ്റൻസ്. ട്രയാങ്കുലർ വേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് Schmitt ട്രിഗറിൽ സ്ക്വയർ വേവ് ആയിരിക്കും. എന്നാൽ സോട്ടൂത്ത് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് പൾസ് വേവ് ഫോം ആയിരിക്കും ഉണ്ടാവാം. The comparator with the positive feedback is said to exhibit hysteresis, a dead band condition. That is when input of the comparator exceeds V upper threshold voltage VUT, its output switches from plus Vsat to minus Vsat and reverts back to its original state plus Vsat when the input goes below VLT, അതായത് less than lower threshold voltage. Okay, അപ്പോൾ നമുക്ക് ഫിഗറിൽ കാണാൻ കഴിയും. The hysteresis voltage is of course equal to the difference between VUT and VLT. Therefore, VHY is equal to VUT minus VLT equal to R1 divided by R1 plus R2 plus Vsat minus Vsat. അപ്പം അതുവഴി നമുക്ക് എന്ത് കിട്ടും, ഹിസ്റ്ററിസിസ് വോൾട്ടേജ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ലെവലിനാണ് നമ്മൾ ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഇത്രയും പോർഷനാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഫോർത്ത് മൊഡ്യൂളിലേക്ക് പോകാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.